ഇതിന് 15 ഫോർവേഡ് ഗിയറുകളും അതുപോലെ തന്നെ 15 റിവേഴ്സ് ഗിയറുകളും ഉണ്ട്. അതുപോലെ തന്നെ 2 ആക്സിലറേറ്ററും 2 ബ്രേക്കുകളും ഇതിനുണ്ട്. ഹേ എവറിബഡി, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മഹീന്ദ്രയുടെ അർജുൻ നോവോ എന്ന മോഡലുമായിട്ടാണ്. ഇതൊരു 4x4 ട്രാക്ടറാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും ഇതെങ്ങനെ ഓടിക്കാമെന്നും എന്താണ് ട്രാക്ടർ എന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വണ്ടി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വിട്ടു തന്ന ഗൂഗിൾ ബ്രോ ആണ്. ബ്രോയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ട്രാക്ടർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ടിലൊരു കൈയും അതുപോലെ തന്നെ പുറകിലൊരു കൈയും വന്നു കഴിഞ്ഞാൽ ഇതൊരു JCB ആയിട്ട് മാറും. അപ്പോൾ അത് രണ്ടും എടുത്ത് കളഞ്ഞ ഒരു ട്രാക്ടർ കറക്റ്റ് നമുക്ക് JCB നോക്കുമ്പോഴും കാണാൻ സാധിക്കും. അതാണ് ട്രാക്ടർ. അതിൻ്റെ ട്രാക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഷാസി ഇല്ലാത്തൊരു വാഹനം നമുക്കിങ്ങനെ കാണുമ്പം സാധിക്കും. അതായത് ആയിരിക്കുന്ന എഞ്ചിനാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എഞ്ചിൻ്റെ അടിയിലോട്ട് വേറെ ഒന്നുമില്ല. സാധാരണ ഷാസി അതിൻ്റെ മേളിൽ എഞ്ചിൻ, അതിൻ്റെ താഴെ പ്ലേറ്റോ അല്ലെങ്കിൽ എന്നാ സസ്പെൻഷൻ ഏതാണോ അത്, അതുപോലെ തന്നെ അതിൻ്റെ താഴെ ആക്സിൽ, അങ്ങനെയാണല്ലോ വരുന്നത്. ഇതിന് നമുക്ക് കാണാൻ സാധിക്കും എഞ്ചിൻ്റെ താഴെ ഒന്നുമില്ല. എഞ്ചിൻ താഴത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു ആക്സിലുണ്ട്. ആക്സിലിൽ 2 ടയർ വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു 4x4 ട്രാക്ടറാണ്. അതുകൊണ്ടാണ് 4x4ൻ്റെ ഇത് ആക്സിൽ വരുന്നത് ഇങ്ങോട്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിൻ ഇതാണ്. അതുപോലെ തന്നെ ക്ലച്ച്, ഗിയർ ബോക്സ്, ഹൗസിങ്, വലിയൊരു ഹൗസിംഗ് ആണ് വരുന്നത്. ഹൗസിങ്ങിൽ നിന്ന് 2 ടയറിലേക്കും എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. അതല്ലാതെ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഷാസിയും അതുപോലെ തന്നെ സസ്പെൻഷനും വരാത്തൊരു വാഹനമാണ്. നമുക്ക് അടിയിലും കണ്ടോ, ഫ്രണ്ടിലും പുറകിലും സസ്പെൻഷൻ ഒന്നും വരുന്നില്ല. ആകെ സസ്പെൻഷൻ വരുന്നത് ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടിയിലാണ്. വേറെ എവിടെയും ഇതിന് സസ്പെൻഷൻ ഇല്ല. അതാണ് ഈ ഇതിലൊക്കെ പോകുന്ന ഒരാൾക്കാർ ഇങ്ങനെ കുലുങ്ങി പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിന് 15 ഫോർവേഡ് ഗിയറുകളും അതുപോലെ തന്നെ 15 റിവേഴ്സ് ഗിയറുകളും ഉണ്ട്. പല ട്രാക്ടറിനും അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലതിന് 8 ഫോർവേഡ് ഗിയറുകളും 2 റിവേഴ്സ് വരുന്നതൊക്കെ പഴയ മോഡൽ ട്രാക്ടറുകളാണ്. അപ്പം അതുപോലെ തന്നെ 2 ആക്സിലറേറ്ററും 2 ബ്രേക്കുകളും ഇതിനുണ്ട്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അകത്തോട്ട് കയറുമ്പോൾ പറയാം. ഇപ്പം നമ്മൾ പുറം ഭാഗം അങ്ങ് തുടങ്ങി അകത്തോട്ട് നമുക്ക് കയറാം. 4x4 ട്രാക്ടർ അകലെയെന്ന് കാണുമ്പോഴേ മനസ്സിലാവുന്നതാണ് നമുക്ക് ഈ ടയർ കാണുമ്പോഴാണ്. അതായത് നമ്മുടെ പുറകിലത്തെ ടയർ പോലെ തന്നെ നല്ല ഗ്രിപ്പുള്ള ടയറുകളാണ് ഫ്രണ്ടിൽ വരുന്നത്. 2 വീൽ ഡ്രൈവ് ട്രാക്ടറുകൾക്കാണ് ഇങ്ങനെ ലൈനായിട്ടുള്ള അല്ലെ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ടയറുകൾ വരുന്നത്. അതുപോലെ തന്നെ ഒറ്റയടിക്ക് ഇവിടെ ഹൗസിങ് ഇത്രയും മുഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഹൗസിംഗ് എന്ന് നാടൻ ഭാഷ പറയുന്നതാണ്, യഥാർത്ഥത്തിൽ ഡിഫറൻഷ്യൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സസ്പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ സസ്പെൻഷൻ അല്ല, പക്ഷേ ഇത് ആക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സിൽ അങ്ങോട്ട് കൊടുത്തിരിക്കുക. അപ്പം ഈ ആക്സിൽ സീസോ കളിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം പൊങ്ങുമ്പം മറ്റേ ടയർ താത്തി പിടിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ഇത് കണ്ടോ, ഒന്നും വന്നിട്ടില്ല, പ്ലെയിൻ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ടേണിംഗ് റേഡിയസാണ്. നോർമലി നമ്മൾ കാറ് കാണുന്ന പോലെ അല്ല ട്രാക്ടർ, ഹെവി പവറാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല ടേണിംഗ് റേഡിയസ് ഇത് കണ്ടോ, ഇത് ഒടിഞ്ഞ് ഇവിടെ മുട്ടുന്ന രീതി വരെ ഇത് ഒടിഞ്ഞ് നിൽക്കും. അതുപോലെ തന്നെ വലിയ ടേണിങ്ങും എടുക്കേണ്ട കാര്യമില്ല. ട്രാക്ടറിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. പണ്ട് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിന്നിരുന്ന ഒരു എയർ ഫിൽറ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് എയർ ഫിൽറ്റർ. പണ്ടായിരുന്നു ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു. അതാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ മിസ് ചെയ്യുന്നത്. സൈലൻസർ ഇപ്പോഴത്തെ പോലെ തന്നെ പൊങ്ങി മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലൊന്നും മറ്റേ അധികം പൊള്ളാതിരിക്കാൻ ഒരു കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. അധികം സെൻസറുകളൊന്നും കയറാത്തൊരു നോർമൽ വണ്ടിയാണ് ട്രാക്ടർ. അതായത് ഇതിപ്പോഴും കണ്ടത്തിലും ചെളിയിലും ഒക്കെ പൂട്ടുന്നതുകൊണ്ട് തന്നെ സെൻസർ ഉണ്ടെങ്കിൽ അത് പണി കിട്ടി കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോഴും DIയിലാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ വലിയൊരു ടയർ കാണാം. ഫ്രണ്ടിലുള്ളതിനെക്കാട്ടും നല്ല വലിപ്പത്തിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ 2 വീൽ ഡ്രൈവിനെക്കാട്ടും താരതമ്യേന നല്ല വലിയ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒറ്റ സീറ്റേ ഉള്ളൂ. ട്രാക്ടറിൽ ഒരാൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ പുറകോട്ട് വരുമ്പം ഏറ്റവും വലുതായിട്ട് കാണേണ്ടത് നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റിൻ്റെ ഒന്നും കാര്യം പറയുന്നത്, ഇതൊക്കെ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇത്രയും വലിയൊരു ഡിഫറൻഷ്യലാണ് വരുന്നത്. നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ച് ഏറ്റവും വലിയൊരു ഡിഫറൻഷ്യലാണ്. കാരണം ഇതൊരു ഹെവി ഡ്യൂട്ടി എക്വിപ്മെൻ്റ് ആണ്. ഉള്ള കാര്യം ഇതൊരു 55 HP ട്രാക്ടറാണ്. ട്രാക്ടർ എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു മിഷനറി ആയിട്ട്, അല്ലാതെ ഒരു വാഹനമായിട്ട് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. മിഷനറി എല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്ന HP കണക്കില്ല. ട്രാക്ടറിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഭാഗമാണ് പുറക്. കാരണം ഒരു ട്രാക്ടറിനെ ട്രാക്ടർ ആക്കുന്നത് അതിൻ്റെ പുറകു ഭാഗമാണ്. കാരണം എന്ത് ആണ് ട്രാക്ടറിൽ കൊടുക്കുന്നത് അതാണ് ട്രാക്ടർ. ഇപ്പോൾ ഇതിനകത്ത് റോട്ടോവേറ്റർ ആണ് കൊടുത്തത്. റോട്ടോവേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മണ്ണിനെ വെട്ടിക്കളയുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബ്ലേഡുകളുണ്ട്, അതിനെ വെട്ടിക്കളഞ്ഞ് മണ്ണിനെ ഇളക്കുന്നതാണ് റോട്ടോവേറ്റർ. റോട്ടോവേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റോട്ടോവേറ്റർ ആയിട്ട് മാറും. അതുപോലെ തന്നെ കൾട്ടിവേറ്റർ, നമ്മുടെ കരി എന്ന് പറയുന്നത് ഇങ്ങനെ മണ്ണും മാന്തുന്ന വലിക്കുന്നില്ല, അത് കൊടുത്താൽ അങ്ങനെയാവും. ഇതിൻ്റെ പുറകെ പമ്പ് കൊടുത്താൽ അങ്ങനെയാവും. അങ്ങനെ എന്താക്കി വേണമെങ്കിലും മാറ്റാം. നമ്മുടെ കേരളത്തിൽ അത്ര അധികം മാറ്റുന്നില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ട്രാക്ടറിൻ്റെ ഈ പുറകിലെ ഈ ഭാഗത്തേക്കാണ് നമ്മൾ PTO എന്ന് പറഞ്ഞ ഭാഗമാണിത്. PTO എന്ന് പറഞ്ഞാൽ പവർ ടേക്ക് ഓഫ് എന്നാണ്. അതിൻ്റെ ലിവറൊക്കെ അകത്താണ്. നമുക്ക് അകത്തോട്ട് കയറുമ്പം അതിനെയൊക്കെ പരിചയപ്പെടുത്താം. ഒരുപാട് ലിവറുകളുണ്ട്, അതെല്ലാം നമുക്ക് കയറുമ്പം പരിചയപ്പെടുത്താം. ഈ PTOയിലേക്കാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ 55 HP എന്ന് പറഞ്ഞു. അപ്പോൾ ഈ PTOയിലേക്ക്, അതായത് ഇത് ഹൗസിങ്ങിൽ നിന്ന് പുറകോട്ടൂടെ ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത്. അതിലേക്ക് വരുന്നത് ഒരു ഏകദേശം ഒരു 48-50 HP-യോളം. അതായത് കുറച്ച് എനർജി ലോസ് സംഭവിക്കും, എന്നിട്ടാണ് നമുക്ക് പുറകോട്ട് കിട്ടുന്നത്. ഇതിൻ്റെ അതായത് ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 48 HP വരുന്നില്ലേ, അതിൻ്റെ
എനർജി അനുസരിച്ചാണ് നമ്മുടെ ഈ റോട്ടാവേറ്ററോ എന്താണോ പുറകിൽ വെക്കുന്ന എക്യുപ്മെന്റ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വിഞ്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിഞ്ചായിട്ട് മാറും. അങ്ങനെ ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ എഫിഷ്യൻസി നോക്കുന്നത് എത്ര HP ട്രാക്ടറാണ്, അതിന്റെ PTO എത്ര ഔട്ട്പുട്ട് തരുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ്. മഹീന്ദ്രയുടെ വണ്ടിയിൽ നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുള്ള സാധനം ഇന്റർനാഷണൽ എന്ന് പറയുന്നത് പണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ്. അതായത് നമ്മുടെ പഴയ CJ500 വന്ന ജീപ്പിൽ വന്ന അതേ ടൈപ്പ് എഞ്ചിനാണ്. അതിന്റെ ഒരു സൗണ്ടും വളരെ ഐക്കോണിക് ആണ്. ഇന്നും ട്രാക്ടറിന്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുരണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഐഡിയലിംഗ് വളരെ രസമാണ് കേൾക്കാൻ. ഈ ഇപ്പം റോട്ടോവേറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ് എക്യുപ്മെന്റ്, അതിനെ പൊക്കാനും താത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ലിവറുകളാണിത്. ലിവറുകളല്ല, അതിന്റെ സിസ്റ്റമാണ്. അത് ഹൈഡ്രോളിക്കിലാണ് പ്രവർത്തിക്കുന്നത്. ആകെ മൊത്തം ഹൈഡ്രോളിക്കും അതുപോലെ തന്നെ ഡിഫറൻഷ്യലും ഗിയർ ബോക്സും എല്ലാം കൂടെ ആയിട്ട് 10-40 ലിറ്റർ ഓയിൽ വരും. അതൊക്കെ നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് കയറാം. നമുക്ക് ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ കയറാൻ വേണ്ടി സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതേ ചവിട്ടി കയറാം. അതുപോലെ തന്നെ ഇവിടെ പിടിച്ച് കയറാമെന്നാണ്. ഇതാണ് ട്രാക്ടറിൻ്റെ ആക്കം. ഇതാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കണ്ടോ, ഫുള്ളായിട്ട് എത്ര ഡിഗ്രി ഇത് കണ്ടോ, 360 ഡിഗ്രി നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതാണ് ട്രാക്ടറിൻ്റെ ലിവേഴ്സ് എല്ലാം വരുന്നത്. കണ്ടോ, ഒരുപാട് ലിവേഴ്സ് വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് മീറ്ററിൽ നിന്ന് തുടങ്ങാം. വണ്ടിയിലെ മീറ്റർ ആദ്യം ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്കോമീറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. എഞ്ചിൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ഓയിലിൻ്റെ ടെമ്പറേച്ചറും ആയിരിക്കും. നമ്മുടെ മീറ്റർ ഭാഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നൊരു ഭാഗമുണ്ട്, ഇതിൻ്റെ സ്പീഡോമീറ്റർ. ഇത് സ്പീഡോമീറ്റർ ഇതിനില്ല. അതുപോലെ തന്നെ ഈ വണ്ടി നമ്മൾ സർവീസ് ചെയ്യുന്നതെല്ലാം നമ്മൾ കിലോമീറ്റർ വൈസ് അല്ല, എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നനുസരിച്ചാണ്. സ്പീഡോമീറ്റർ ഇല്ലാത്തതിന് കാരണം 30 കിലോമീറ്റർ താഴെ വേഗതയുള്ള ഒരു വാഹനത്തിന് സ്പീഡോമീറ്ററിൻ്റെ ആവശ്യമില്ല. സൈഡിലോട്ടൊക്കെ വന്നപ്പം കറക്റ്റ് നമ്മുടെ കാറിൻ്റെ പോലെ തന്നെ ഇവിടെയൊക്കെ നോർമലി ഹോൺ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഞെക്കിയാൽ മതി. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ കാറിൻ്റെ പോലെ തന്നെയായി. പണ്ടായിരുന്ന ഈ സൈഡിൽ ഇങ്ങനെ തിരിക്കുന്നൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. മഹീന്ദ്രയുടെ ലോഗോയോട് കൂടിയ ഒരു കാണാൻ തന്നെ വലിപ്പമുള്ളൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. ഇനി നമുക്ക് പതുക്കെ താഴോട്ട് പോകാം. ഇത് വണ്ടിയുടെ ക്ലച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടത് കാലം കൊണ്ട് നമ്മൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന ക്ലച്ചാണ്. അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം നമ്മുടെ ബ്രേക്കുകളാണ്. അതായത് ഇത് റൈറ്റ് സൈഡിലെ ബ്രേക്ക്, ഇത് ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക്. ട്രാക്ടർ ഒരു മിഷനാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഇപ്പം നമ്മൾ കണ്ടം പൂട്ടുവാന്ന് വെക്കുക, പോയിട്ട് അതേ ഇപ്പുറത്തെ ട്രാക്കിൽ കൂടെ നേരെ തിരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, റൈറ്റ് സൈഡിലെ ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് സൈഡ് അപ്പം ടയർ ജാം ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ടയർ കറക്കി നമ്മൾ ഫുള്ളായിട്ട് തിരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് പോയ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ വരും. അങ്ങനെയാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും അതുകൊണ്ട് ഇത് ലെഫ്റ്റ് ബ്രേക്ക്, ഇത് റൈറ്റ് ബ്രേക്ക്, ഇങ്ങനെ 2 ബ്രേക്കുകളാണ്. അതുപോലെ തന്നെ കാലയിൽ ആക്സിലേറ്റർ, സാധാരണ വണ്ടി വരുന്ന പോലെ തന്നെ കാലയിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ലിവർ നമ്മുടെ ബ്രേക്കിൻ്റെ ആണ്. അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് എൻഗേജ്ഡ് ആവും. അതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഈ ലിവർ വിട്ടിട്ട് ബ്രേക്ക് ഒന്ന് ചവിട്ടിയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് ഡിസെൻഗേജ് ആവും. അതുപോലെ തന്നെ ഈ ഒരു ലിവർ നമ്മൾ ശ്രദ്ധിക്കത്തില്ലാത്ത രീതിയിൽ അടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ എഞ്ചിൻ നിർത്താൻ വേണ്ടിയാണ്. നമ്മൾ താക്കോലല്ല ഓഫ് ചെയ്യുന്നത്. ഇത് മെക്കാനിക്കൽ പമ്പ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്യൂവല് നമ്മളിങ്ങനെ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഫ്യൂവല് കട്ട് ഓഫ് ആവും. അതായത് ഫ്യൂവലിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഫ്യൂവല് കട്ട് ഓഫ് ആയിട്ടാണ് എഞ്ചിൻ നിർത്തുന്നത്. അല്ലാതെ നമ്മുടെ പുതിയ വണ്ടികൾ നിർത്തുന്ന പോലെ താക്കോൽ ഓഫ് ആക്കിയിട്ടല്ല നിർത്തുന്നത്. നമ്മുടെ ജീപ്പിലൊക്കെ കാണത്തില്ല, അതേ സിസ്റ്റം തന്നെയാണ്. അത് കൂടാതെ കൊടുത്തിരിക്കുന്നതാണ് കയ്യിൽ ആക്സിലേറ്റർ. ഇത് ആക്സിലേറ്ററാണ്. നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചു വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് RPM സെറ്റ് ചെയ്ത് വെക്കാം. എത്രയാണോ അതിനനുസരിച്ച് വലിച്ചു വെച്ചാൽ അത് റിട്ടേൺ പോകത്തില്ല. നമ്മളിതിങ്ങനെ തള്ളി അങ്ങോട്ട് ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാലാണ് RPM നോർമൽ ഐഡിയലിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതും ഒരു ഗിയറാണ്. ഇത് മുന്നോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡും, അതുപോലെ തന്നെ ഇത് ന്യൂട്രൽ, ഇത് റിവേഴ്സ്, അങ്ങനെ ഗിയറാണ് വരുന്നത്. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ഗിയർ വരുന്നത്. ഇതിൻ്റെ അകത്ത് 5 ഫോർവേഡ് ഗിയറുകൾ വരുന്നുണ്ട്. നോർമലി ഈ ഒരു ലിവർ ഇല്ലാത്ത മോഡലുകളുണ്ട്. ഇതില്ലാത്ത വണ്ടികളിൽ ഈ സൈഡിൽ, അതായത് ഇവിടെ നമുക്ക് റിവേഴ്സ് ഗിയറും വരുന്നുണ്ട്. നമ്മൾ കാറിലൊക്കെ കാണുന്ന പോലെ ഒരു ഗിയറാണ്, പക്ഷേ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഇവിടെയാണ്, സെക്കൻഡ് ഇവിടെയാണ്, അതുപോലെ തന്നെ 3rd, 4th, 5th അങ്ങനെയാണ് വരുന്നത്. അതാണ് നമ്മുടെ നോർമൽ ഗിയർ. പക്ഷേ ട്രാക്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ട്രാക്ടർ ഓടിക്കുന്നതിന് മുമ്പ് ആദ്യം തീരുമാനിക്കണം ഏത് ഗിയറിലാണ് വേണ്ടതെന്ന്. അതായത് ഓടുമ്പം നമുക്ക് പഴയ ട്രാക്ടറുകളൊന്നും ഗിയർ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ പുതിയ മോഡലിലേക്ക് നമുക്ക് ഓടുമ്പം ഗിയർ മാറ്റാൻ പറ്റും. പഴയ വാഹനങ്ങളിൽ നമുക്ക് ഓടുന്ന വഴിക്ക് വണ്ടിയുടെ ഗിയർ മാറാൻ പാടില്ല. കാരണം അത് സിങ്ക്രമസ് ഗിയർ ബോക്സ് അല്ല വരുന്നത്. അതായത് ഓടുന്ന വഴിക്ക് നമ്മൾ കാറിലൊക്കെ മാറ്റുന്ന പോലെ അതിങ്ങനെ സിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിൽ നിന്ന് അടുത്തതിലോട്ട് തട്ടിയിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല. നമ്മുടെ ട്രാക്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടുന്ന പല്ലിങ്ങനെ പിടിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഓടുന്ന വഴിക്ക് മാറ്റുന്ന ഡ്രൈവറുകളും ഉണ്ട്. കാരണം അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ വണ്ടിയുടെ വേഗത അതുപോലെ തന്നെ എഞ്ചിൻ്റെ വേഗതയൊക്കെ സെയിം ആയിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഗിയർ മാറും. കാരണം നമ്മുടെ ഡബിൾ ഡി ക്ലച്ച് വരുന്ന പഴയ ബസ്സുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ക്ലച്ച് പിടിക്കാതെ ഗിയർ മാറുന്നവരുണ്ട്. അതുപോലെ ഉള്ളവർക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പം പുതിയ മോഡലുകൾ അങ്ങനെ ഒന്നുമില്ല, കാറ് പോലെയാണെന്നാണ് പറഞ്ഞത്. അതായത് ഗിയർ ഓടുന്ന വഴിക്ക് മാറ്റാമെന്നാണ് പറഞ്ഞത്. ഓടിക്കാനുള്ള ഈ റൈറ്റ് സൈഡിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ തീർന്നു. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്
നമുക്ക് കണ്ടോ L H M അങ്ങനെ 3 ഗിയറുകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ പൊസിഷനും വരുന്നുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ അതായത് ടോർക്ക് നിയന്ത്രിക്കുന്നതാണ്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ കുട്ടി ഗിയർ എന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഹനുമാൻ ഗിയർ, കുട്ടി ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ എന്നൊക്കെ പറയുന്ന നമ്മുടെ ജീപ്പിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഗിയർ സിസ്റ്റമാണ്. ഈ L എന്ന് പറഞ്ഞാൽ ലോ എന്നാണ്, M എന്ന് പറഞ്ഞാൽ മീഡിയം, H എന്ന് പറഞ്ഞാൽ ഹൈ. ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടോർക്ക് വരും, പക്ഷേ ലോ സ്പീഡ് ആയിരിക്കും. മീഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും, ടോർക്ക് കുറച്ച് കുറയും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോട്ടിലൊക്കെ ഓടിക്കാൻ നമ്മുടെ സ്പീഡ് കിട്ടും, ടോർക്ക് കുറവ് മതി. നമുക്ക് ലോഡൊന്നും ഇല്ലാതെ കൾട്ടിവേറ്ററോ പുറകിൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ നമുക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകാം, റോട്ടിൽ കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ ഹൈയിൽ ഉപയോഗിക്കാം. കിടക്കുന്നത് ഇത് ന്യൂട്രൽ പൊസിഷനാണ്. മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലിലോട്ട് പോകും. അതുപോലെ തന്നെ ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് ഹൈയിലോട്ട് പോകും. ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഇത് മീഡിയത്തിലോട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഇത് നമ്മുടെ ട്രാക്ടറിൻ്റെ പുറകിലത്തെ കലപ്പ നിയന്ത്രിക്കാനുള്ളതാണ്. അതിൻ്റെ അകത്ത് PC എന്നും DC എന്നും എഴുതിയിട്ടുണ്ട്. കറുത്ത് ഇതിൽ PC എന്നാണ് എഴുതിയിരിക്കുന്നത്. PC എന്ന് പറഞ്ഞാൽ പൊസിഷൻ കൺട്രോളാണ്. അതായത് നമ്മുടെ പുറകിലത്തെ കലപ്പ എത്ര പൊക്കണം എത്ര താക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാണ്. നമ്മളിപ്പോൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കലപ്പ പൊക്കി വെച്ച് പോകത്തില്ലേ, അപ്പം അത് പൊക്കി വെച്ച് പോകാൻ വേണ്ടി ഈ PCയെ പിടിച്ച് മേളിലോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കലപ്പ ഇങ്ങനെ അതിൽ നിന്നും പൊങ്ങി വരും. അതുപോലെ തന്നെ നമ്മുടെ PCയെ പിടിച്ച് താഴത്തോട്ട് താത്തിക്കഴിഞ്ഞാൽ കലപ്പ താന്നു വരും. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പുറത്തിരിക്കുന്നത് DC, അതായത് നമ്മുടെ ചുമല ലെറ്റർ എഴുതിയിരിക്കുന്നത് DC ആണ്. DC എന്ന് പറഞ്ഞാൽ ഡെപ്ത് കൺട്രോൾ എന്നാണ് പറയുന്നത്. നമ്മുടെ കലപ്പ എത്ര ആഴത്തിൽ മണ്ണിനെ താഴ്ത്തണം, എത്ര ആഴത്തിൽ മണ്ണിനെ വെട്ടിയെടുക്കണം, അതായത് 1 ഇഞ്ച് വേണോ 2 ഇഞ്ച് വേണോ, അങ്ങനെ നമുക്ക് തീരുമാനിക്കുന്ന DCയിലാണ്, ഡെപ്ത് കൺട്രോളാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ലിവർ ഇപ്പം ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ പിടിച്ച് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ കലപ്പ പൊങ്ങുന്നതാണ്. അതുപോലെ തന്നെ താത്തി കഴിഞ്ഞാൽ കലപ്പ താഴുന്നതാണ്. പറമ്പിലൊക്കെ ഇങ്ങനെ മണ്ണ് കളയ്ക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരുടെ വലത് കൈ എപ്പോഴും ആ PCയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു തടസ്സമൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ കലപ്പയൊന്ന് പൊക്കി കൊടുക്കാനും അതുപോലെ തന്നെ താത്തി കൊടുക്കാനുമാണ്. നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്ത് നമുക്കൊരു ലിവറോടെ കാണാം. അത് PTOയുടെ ഷാഫ്റ്റാണ്. PTO എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. PTO എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു പവർ ടേക്ക് ഓഫ് ആണ്. അത് നമ്മുടെ പുറകിലത്തെ എക്യുപ്മെൻറ്റിന് വേണ്ട എനർജി കൊടുക്കലാണ് അതിൻ്റെ പണി. അപ്പോൾ അത് ഓൺ ആക്കണേ ഓഫ് ആക്കണേലും ആ ലിവറിൽ വെച്ചാൽ, ഇപ്പം നമ്മുടെ റോട്ടോവേറ്റർ അല്ലെ പമ്പ് കറക്കാനുള്ള കറക്കം കൊടുക്കുന്നത് ഈ ഷാഫ്റ്റിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ലിവർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ് ആവുകയും പുറകോട്ട് വെച്ചാൽ ഡിസെൻഗേജ് ആവുകയും ചെയ്യും. വലിച്ച് നല്ല ശക്തിയോടെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻഗേജ് ആയിരിക്കും. ഇനി ഈ സീറ്റിൻ്റെ ഇടയിൽ 2 ലിവറുകൾ വരുന്നുണ്ട്, നമുക്ക് കാണത്തില്ലാത്ത സൈഡിൽ. അതായത് ഇത് 4 വീൽ ഡ്രൈവിൻ്റെയാണ്. എപ്പം നമുക്ക് 4 വീൽ ഡ്രൈവ് ഉപയോഗിക്കണോ അപ്പോൾ ഇത് എടുത്തിടാം. കാരണം നമ്മൾ ഇതേ പിടിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 4 വീൽ ഡ്രൈവിലോട്ടും താത്തി ഇട്ട് കഴിഞ്ഞാൽ 2 വീൽ ഡ്രൈവിലോട്ടാണ് കിടക്കുന്നത്. ഇത് 2 വീൽ ഡ്രൈവിലാണ് ഇപ്പം കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചവിട്ടാൻ ഭാഗത്തിൻ്റെ സ്വിച്ച് ഒരു പെഡൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പതുക്കെ വണ്ടി ഇങ്ങനെ ഒച്ച് കയറി വരുന്നത്, പതുക്കെ ടയർ കറങ്ങി കയറി വന്നുകൊണ്ടിരിക്കും. പുതിയൊരു മോഡൽ ട്രാക്ടർ ആയതുകൊണ്ട് തന്നെ പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി വരുന്നത്. നമുക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഇത് കണ്ടോ അവിടെ കാണാൻ സാധിക്കും. നമുക്ക് പതുക്കെ വണ്ടി സ്റ്റാർട്ടാക്കി ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ എല്ലാ ഗിയറുകളും ന്യൂട്രലാണോ എന്ന് ആദ്യം നോക്കണം. ന്യൂട്രാണ്. അതുപോലെ തന്നെ ഈ ഗിയറും ന്യൂട്രാണോ നോക്കണം. ന്യൂട്രലാണ് ഇപ്പം കിടക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഈ ലിവർ ഉള്ളതുകൊണ്ട് ഇതും ന്യൂട്രലാണോ എന്ന് നമ്മളൊന്ന് നോക്കണം. ന്യൂട്രലാണ്. അതൊക്കെ സ്റ്റാർട്ടാക്കി നോക്കാം. കീ ആദ്യം തിരിക്കാം. സ്റ്റാർട്ടാക്കിയതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടിക്കാവുന്നതാണ്. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. കണ്ടോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുമിച്ചാണ് ചവിട്ടുന്നത്. ഇത് കണ്ടോ ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കണ്ടോണേ എന്തോരം വരുന്നുണ്ടോ നോക്കേ. തിരിച്ചു. ഇനി നമുക്ക് പതുക്കെ ഇതിൻ്റെ ഇത് പൊക്കി നോക്കാം. പതുക്കെ ഇതിങ്ങനെ പൊക്കി ഇതിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് പൊങ്ങിപ്പോരും. കണ്ടോ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഗിയർ വിച്ചിലോട്ടിടാം. അതുപോലെ തന്നെ ഈ ഗിയർ നമുക്കൊരു സെക്കൻഡ് കിട്ടങ്ങ് എടുക്കാം. ഇത് ഫോർവേഡിലോട്ട് തട്ടാം. പതുക്കെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറി പോകുന്നത് അതൊക്കെ ഇങ്ങനെ എടുത്താൽ മതി. വണ്ടി വലിച്ചങ്ങ് കയറിക്കോളും കേട്ടോ. ബ്രേക്ക് അവിടെ നിർത്താം. നിർത്തി പതുക്കെ റിവേഴ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ സെക്കൻഡിൽ തന്നെയാണ്. ഏത് ഗിയർ വേണമെങ്കിലും റിവേഴ്സ് എടുക്കാം. റിവേഴ്സ് എടുക്കാൻ ഈ ലിവറാണ്. ക്ലച്ച് എവിടെയാണ് ചേട്ടാ റിവേഴ്സ് ഇട്ടു. ന്യൂട്രൽ ഇട്ടു. ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ ക്ലച്ച് വിട്ടാൽ വണ്ടി പോകത്തില്ല. ഇത് എല്ലാത്തിനും ന്യൂട്രൽ വരുന്നുണ്ട്. ഏത് ഗിയർ ന്യൂട്രൽ കിടന്നാലും പറയുന്നത് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. വണ്ടി പോകത്തില്ല. നമുക്ക് പതുക്കെ ഇതിൻ്റെ നമ്മുടെ പുറകിലത്തെ ഭാഗം നമുക്ക് താത്താനായിട്ട് ഇത് നമ്മുടെ ഈ ലിവർ താത്തുക.
കണ്ടോ താത്തി വെച്ചിട്ടുണ്ട്. വണ്ടി ഓഫ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇതെ പിടിച്ചങ്ങ് വലിച്ചങ്ങ് നിർത്തിയാൽ മതി. നമുക്ക് ആദ്യം ഹാൻഡ് ബ്രേക്ക് ഇട്ട് കാണിക്കാം. ഹാൻഡ് ബ്രേക്ക് ഇടാൻ ഈ ഇടതുവശത്തെ ബ്രേക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇതങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ആ ബ്രേക്ക് അവിടെ ജാമായിട്ടിരിക്കും. വണ്ടി നിർത്താനായിട്ട് ഇത് കണ്ടോ ഈ ലിവറിൽ ഇങ്ങനെ വലിച്ചങ്ങ് പിടിക്കാം. അതൊക്കെ താക്കോൽ ഓഫ് ചെയ്യുക. എത്ര നേരം വലിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ വണ്ടി നിൽക്കുന്നിടം വരെ വലിച്ചു പിടിക്കുക. അല്ലാതെ വണ്ടി വലിച്ചു പിടിച്ചാൽ വണ്ടി നിൽക്കുമെന്ന് വിചാരിക്കരുത്. നമ്മൾ വലിച്ചിട്ടങ്ങ് വിട്ട് കഴിഞ്ഞാൽ വണ്ടി വീണ്ടും സ്റ്റാർട്ടായിട്ട് പോരും. അതുകൊണ്ട് നിൽക്കുന്നിടം വരെ വലിച്ചു പിടിക്കുക. ഓടുന്ന വഴിക്ക് ഗിയർ മാറേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ചിലർക്ക് സംശയം കാണും, ഈ സെക്കൻഡ് ഇട്ട് തന്നെ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുമെന്ന്. ഇത് നല്ലൊരു റോഡാണെങ്കിൽ ഫിഫ്ത്ത് ഇട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാം. എഞ്ചിനൊന്നും അടിക്കത്തൊന്നുമില്ല. പതുക്കെ വണ്ടി അങ്ങ് കയറി പൊക്കോളും. നോർമൽ ഡയറക്റ്റ് ഏതൊരു വഴിയാണെങ്കിലും കയറി പൊക്കോളും. ഒത്തിരി കയറ്റമൊക്കെ വന്നാൽ മാത്രം നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. 15 ഗിയർ എന്ന് പറയുന്നത് ഈ 5 ഗിയർ 3 സ്പീഡിൽ 15 തവണ, അതായത് 15 ഗിയർ റേഷ്യോയിൽ ഓടിക്കാന്നാണ്. അതേ രീതിയിൽ തന്നെ ഈ ലിവർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് ആ ഗിയറിലെല്ലാം റിവേഴ്സ് ഓടിക്കാം. അങ്ങനെയാണ് 15 ഗിയർ വരുന്നത്. ആക്സിലേറ്റർ ഇങ്ങനെ കാലെ കൊടുത്ത് വേണേലും ഓടിക്കാം. അതുപോലെ തന്നെ കയ്യിലും ഇതുപോലെ ഇങ്ങനെ കൊടുത്തും വേണേൽ ഓടിക്കാം. ഏത് ഓടിച്ചാലും കുഴപ്പമില്ല. റോഡിലൊക്കെ പോകുമ്പോൾ കൂടുതൽ കാലായിരിക്കും സേഫ്. പഴയ വാഹനങ്ങളിൽ ഇങ്ങനെ കാലിൽ ആക്സിലേറ്റർ വരാറില്ല, കയ്യിൽ മാത്രമേ വരാറുള്ളൂ. ട്രാക്ടർ ഞാൻ പറഞ്ഞു ഹെവി പവറാണ് ഈ സാധനം. നമ്മൾ ക്ലച്ചിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ബ്രേക്ക് ചവിട്ടി നിർത്താന്നുള്ളത് തോന്നൽ മാത്രമാണ്. കാരണം നമ്മുടെ ട്രാക്ടർ ഒരിക്കലും നിൽക്കത്തില്ല ബ്രേക്ക് മാത്രം. പൂർണ്ണമായിട്ട് ക്ലച്ച് ചവിട്ടി എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അതിനെക്കാട്ടും പവർ ഇത് നമ്മുടെ പമ്പൊക്കെ കൂടുതൽ ഫ്യൂല് കൊടുത്ത് ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ കടയിലോട്ടൊക്കെ ഇടിച്ച് കയറുന്നത്. അതായത് ഇത് കൈവിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. കയറ്റമാണേലും ഇറക്കമാണേലും മതിലാണേലും ഒക്കെ പൂർണ്ണമായിട്ട് ഇടിച്ച് നിൽക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഈ വാഹനം ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ ഈ വണ്ടി നമുക്ക് ഇന്ന് ചോദിച്ചപ്പം തന്നെ എടുത്തോളാൻ പറഞ്ഞു തന്നത് ഗൂഗിൾ ബ്രോയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ നാട് കോട്ടയമാണ്. കോട്ടയത്ത് എവിടെ പരിപാടി ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ്. അവരുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാക്ടറിനെ കുറിച്ചുള്ള ഏകദേശം വണ്ടി എങ്ങനെ ഓടിക്കാമെന്നും വണ്ടി എന്താണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി ഇതൊരു കുഞ്ഞൊരു കയറ്റമാണ്, അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കാണിക്കുക. അതായത് ഇത്രയും നമുക്കുള്ള ഒരു ഇടയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇവർ പണിയാൻ വേണ്ടി ഒന്നുമല്ല, ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പം ഇവിടെ നമുക്ക് അവിടം വരെ ഒന്ന് കയറ്റിയിട്ട് ഇവിടം വരെ റിവേഴ്സ് ഒന്ന് എടുത്തിട്ട് കാണിക്കാം.